തെറിച്ചൊരു ക്യാരക്ടർ. സോ ഐ ആക്ച്വലി ലൈക്ക് ദാറ്റ്. യൂഷ്വലി എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഒതുക്കം, ഒരടക്കം ഇതൊക്കെ പൊതുവെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അതൊക്കെ തിയേറ്ററിൽ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ പിന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമയിൽ ദിസ് വാസ് നോട്ട് വെരി യൂഷ്വൽ ഫോർ മീ. എന്നോട് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചായിരുന്നു വടക്കൻ എന്ന് പറഞ്ഞ പേര് വരാൻ വല്ല കാരണമുണ്ട്. സ്ക്രിപ്റ്റ് പോലും വായിക്കും അത് എന്നോടാണോ ബാല ചോദിക്കുന്നത്. അപ്പൊ ഞാനും അച്ഛനും കൂടെ എല്ലാവരെയും പറ്റിക്കും. ഞങ്ങൾ ഈ മാജിക് ട്രിക്ക് കാണിക്കും. ഐ എം ദ സ്പൈ, ഐ വാസ് ദ സ്പൈ. ആൻഡ് മാസങ്ങളോളം വി കണ്ടിന്യൂഡ് ആ ഷോ. വീട്ടിൽ സെയിം ആൾക്കാരുടെ അടുത്ത് നോബഡി ഈവൻ സസ്പെക്ടഡ് ദാറ്റ് ഞാൻ അവിടെ നിന്നിട്ട് ഐ ഗിവ് ദം ഓൾ ദി ആൻസേഴ്സ് ആൻഡ് ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന അച്ഛൻ ചീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. ഒരേ വീട്ടിൽ താമസിച്ചിട്ട് ആരും എന്നെ സംശയിച്ചില്ല. കമ്മ്യൂണിക്കേഷൻ രസമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ജയൻ ചേട്ടനുമായിട്ട്, കെ ജി ജയനായിട്ട്. ഓക്കെ, ഐ ഗോട്ട് എ സിങ്ക് വിത്ത്. അപ്പൊ എനിക്ക് പൊതുവെ ഇങ്ങനെ സാധനം DOP ആയിട്ടൊരു സിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര രസമാണ് പിന്നെ വർക്ക് ചെയ്യാനായിട്ട്. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നീതാ പറന്നമ്മേ, തെറ്റി നീനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഗാർഗി അനന്തൻ ഉണ്ട് നമ്മുടെ കൂടെ. വെൽക്കം ഗാർഗി. ഹാവ് ബീൻ വെയിറ്റിംഗ് സിൻസ് റൺ കല്യാണി, ദെൻ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ വന്നു, ഏകൻ അനേകൻ വന്നു, അടുത്ത ഫിലിം വരാൻ പോകുന്നു. വടക്കൻ ഈസ് ഓൺ 7th ഇറ്റ് ഇസ് ഗെറ്റിംഗ് റിലീസ്. സോ ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ് ടൈം വി ആർ ക്യാച്ചിങ് അപ്പ്. എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് നാരായണന്റെ മൂന്നാൺമക്കൾ അതിപ്പോ ആളുകൾ കണ്ടതായിരിക്കുമല്ലോ. സോ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് വിൽ ഗോ ലിറ്റിൽ ബാക്ക് ആൻഡ് ദെൻ ടു വടക്കൻ ആൻഡ് ദെൻ വിൽ കൺക്ലൂഡ്. സോ ഹൗ വാസ് ദ റെസ്പോൺസ് ഇൻ ഷോർട്ട്? റെസ്പോൺസ് വാസ് പ്രിറ്റി ഗുഡ്. ലൈക്ക് ഇപ്പൊ റിവ്യൂസ് എല്ലാം കാണുന്നെല്ലാം നല്ലതായിരുന്നു. ആൻഡ് ഈവൻ ഡ്യൂറിംഗ് ദ തിയേറ്റർ വിസിറ്റ്സ് ആളുകൾ വന്ന് ഭയങ്കര രസമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഈ അമ്മ മകൾ റിലേഷൻ ഒക്കെ കാണിക്കുന്നത് സം മദേഴ്സ് ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് മൈ ഡോട്ടർ എന്നൊക്കെ പറഞ്ഞ് ഇറ്റ് വാസ് പ്രിറ്റി ലൈക്ക് ഗുഡ്. ഇറ്റ് ഫെൽറ്റ് ഗുഡ് ടു ഹിയർ ഓൾ ദീസ് റെസ്പോൺസസ്. എന്തായിരുന്നു തന്ന ബ്രീഫ്? എന്തായിരുന്നു ഈ ഫിലിമിന്? particular scene or no, in general for the character? okay. എനിക്ക് ആക്ച്വലി എക്സാക്ട്ലി ഇപ്പൊ കാര്യങ്ങൾ ഓർമ്മയില്ല. 2 years ago ആയിരുന്നു ഷൂട്ടൊക്കെ. സോ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയണ്ട ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി വാട്ട് ഹാപ്പൻഡ്. സോ ഐ ടോക്ക് അബൌട്ട് വാട്ട് ഐ റിമെമ്പർ. അപ്പൊ ശരൺ ഇതുപോലെ ക്യാരക്ടറിനെ പറ്റി പറയുന്ന സമയത്ത് വാട്ട് ഹി സെഡ് വാസ്, ഇപ്പൊ ഇങ്ങനെ നാട്ടിൽ നിന്ന് കുറച്ച് നാള് സ്കൂളിങ് കഴിഞ്ഞ് മാറി നിന്ന ഒരു ആള്. സോ ഷീസ് ഡൂയിങ് ഇതുപോലെ സോഷ്യൽ വർക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു നോട്ട് ഇൻ എ മെയിൻ സ്ട്രീം ടൈപ്പ് ഓഫ് ജോബ്. സോ ഷീസ് ഇൻ ടു ദാറ്റ്, നോട്ട് വെരി ക്ലോസ് വിത്ത് ഹർ ഫാമിലി. ഈ ഫാമിലിയിലെ മറ്റൊരു കല്ലുകടി ഉണ്ടാവുമല്ലോ എല്ലാ കുടുംബത്തിലും. അപ്പൊ അങ്ങനത്തെ ഒരു കല്ലുകടിയാണ് ഈ ആതിര എന്ന് പറഞ്ഞ ക്യാരക്ടർ. And even she finds it hard to relate with the family who's very conservative. But even though they're conservative, um, she is actually understanding എല്ലാവരെയും ഇങ്ങനെ മനസ്സിലാക്കി അവരെ പറ്റി പറയുന്നുണ്ട്. പുറത്തെങ്ങനെയാണെങ്കിലും അകത്ത് വേറൊരു രീതിയിലാണ് ആൾ ചിന്തിക്കുക എന്ന് പറഞ്ഞ്. സോ ഷീസ് എ വെരി keen observer. എല്ലാവരെയും ഒബ്സർവ് ചെയ്തു. എന്നാ ഷീസ് ട്രൈങ് നോട്ട് ടു എൻഗേജ് വിത്ത് എവ്രി വൺ. അങ്ങനത്തേക്ക് ഒരു ക്യാരക്ടറായിട്ടാണ് അതിനെ കിട്ടുന്നത്. So all these people you might have worked sometime or the other, Lalan, Serum, like Sajida, they are all in theatre. So you have continuously being അപ്പൊ അവരായിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ? This is the first time. How was it working with the cousin character? It's very easy. ഇപ്പൊ ഞങ്ങള് ഷൂട്ടിന് മുമ്പ് തന്നെ വി റിഹേഴ്സ്ഡ് ദ സീൻസ്. അപ്പൊ ഓരോ തരത്തിലുള്ള ഡയലോഗ് പറയുമ്പോൾ ഈ ഗിവ് ആൻഡ് ടേക്ക് വാസ് വെരി ഗുഡ്. ആൻഡ് ഈഗോ ഇല്ലാതെ വർക്ക് ചെയ്യാൻ ഐ ലവ് ദാറ്റ്. Okay, where you can openly tell someone, you can openly tell each other that nah, what you're doing is not working. കൊള്ളത്തില്ല. അപ്പൊ ജസ്റ്റ് ഹെൽപ്പിങ് ഈച്ച് അതർ കുറച്ചുകൂടെ നന്നാവാൻ ഹെൽപ്പ് ചെയ്യുകയാണ്. അല്ലാതെ ഓക്കെ അപ്പൊ ഒരാള് മറ്റേ ആള് കൊടുക്കുന്ന ഇൻപുട്ടിലാണല്ലോ
വേറൊരാളുടെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് ഞങ്ങളിപ്പോ ഇരിക്കുകയാണെങ്കിൽ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, ക്യാരക്ടറിനെ പറ്റിയും വർക്കിനെ പറ്റിയും. സോ അങ്ങനെ ഭയങ്കര ഗുഡ് റാപ്പോ, വി ആർ എ വെരി ഗുഡ് റാപ്പോ when we work together. കുടുംബത്തിന് ഒരുപാട് ഡാർക്ക് സീക്രട്സ് ഉണ്ട്. ഇത്ര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ആസ് ആക്ടേഴ്സ് നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്, പക്ഷെ ഈ സീൻ ടു സീൻ ആ ഒരു ഗ്രോത്ത് ഇൻ ദ റിലേഷൻ വാസ് വെരി കൺവിൻസിങ്. ആൻഡ് യുനോ ആ ഒരു എൽഡർലി കൺസേൺ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആ സീൻ എങ്ങനെയായിരുന്നു? ആ പൂളിന്റെ അടുത്തിരുന്ന് വരയ്ക്കുന്നതും യു വർ ടോക്കിംഗ് അബൌട്ട് ആ സീൻ വായിച്ചപ്പോ തൊട്ട് ഞങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത് ക്രിഞ്ചല്ലേ, ഇത് ക്രിഞ്ചല്ലേ, ഹൗ ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക് ഔട്ട്. People are all very scared that the scene will not work out properly. Because ഇത് പറയുന്ന ഞാൻ ആക്ച്വലി ഇതില് ഐ എം നോട്ട് കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് when I say that. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ക്രിഞ്ച് അടിക്കും. ഞാൻ ശരണിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ശരൺ ഇത് എങ്ങനെ ശരൺ ശരിയാവുക. അപ്പൊ ശരണിനൊരു ഇതുണ്ട്, ശരൺ നോസ് ഇറ്റ്സ് ക്രിഞ്ച്. അപ്പൊ വാട്ട് ഹി ടോൾഡ് മീ ഈസ് അത് ക്രിഞ്ചാണ്, ഇത് ക്രിഞ്ച് പറയുന്ന ഒരു കഥാപാത്രം ആണ്, അപ്പൊ കഥാപാത്രത്തിന് ക്രിഞ്ച് പറയാമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഓക്കെ അങ്ങനെ ചെയ്യുന്ന ഒരാള് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പിന്നെ അവസാനം ഈ സാധനം പറഞ്ഞത്. സോ ആക്ച്വലി ഐ തിങ്ക് ദാറ്റ് വാസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് പാർട്ട് ഫോർ മീ ഇൻ ദ ഹോൾ ഫിലിം. ബിക്കോസ് ഇത് പറയുമ്പോൾ സിൻസ് ലൈക്ക് ആസ് എ പേഴ്സൺ എനിക്കിത് പറയാൻ തോന്നാത്തത് കൊണ്ട് എന്റെ ക്യാരക്ടറിനെ കൊണ്ട് ഇത് അറിയിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. സോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഡു ദാറ്റ്. Then there was this Ulsavam happening, and then the fireworks happening on the other side, and there is this kind of silhouette scene. Relationships are ephemeral. പെട്ടെന്നില്ലാണ്ടാവും. I'm not talking about physical this thing. How was that scene conceived? അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് എങ്ങനെയായിരുന്നു? സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന എക്സാക്ട്ലി ആ സാധനം തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമോ ഒന്നും വന്നിട്ടില്ല. സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിഷ്വൽ എന്താണോ ആ വിഷ്വൽ ആണ് ആക്ച്വലി സിനിമയിൽ ഉള്ളത്. സോ ഐ തിങ്ക് അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ pretty ക്ലിയർ ആയിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഷോട്ട് ഹാപ്പൻ. ആൻഡ് അത് നമ്മള് ഷൂട്ടിന്റെ സമയത്ത് ഏറ്റവും ലാസ്റ്റ് എടുത്ത ഷോട്ടായിരുന്നു. സിനിമ നമ്മൾ പാക്കപ്പ് ചെയ്യുന്നത് ആ ഷോട്ടിലായിരുന്നു. സോ അത് കഴിഞ്ഞു. ആൻഡ് സോ രാത്രി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഷോട്ട് and we finished the film with that fireworks. Yeah, fireworks. And even that fireworks in the moment was also very, അതില് ആ സിലബറ്റ് അടുക്കുന്നതും fireworks together was also kind of in sync. It was not the first time you were working with Sharan. There was a short film also you had worked on. So how did he find you for that short film? Or was that the first time Sharan was identifying you? അപ്പോഴാണ് ഞങ്ങൾ ആ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടാണ് ഞാനും സ്വരം മീറ്റ് ചെയ്തത്. അത് ഇതുപോലെ എനിക്ക് തോന്നുന്നു കാസ്റ്റിംഗ് കോൾ വിളിച്ചിട്ട് ക്യാരക്ടർ. സോ ആ സമയത്ത് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലും പഠിക്കുകയായിരുന്നു. പഠിച്ചു കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ശരൺ ആക്ച്വലി ഡ്രാമ സ്കൂളിൽ വന്നിട്ട് തന്നെ മീറ്റ് ചെയ്യുന്നതൊക്കെ. അതിന്റെ So that was before Ran Kalyani or after that? After Ran Kalyani. Ran Kalyani, I think you have already talked about in media. I don't know, Gramarshithile Koyilum പറഞ്ഞിട്ടുണ്ടാവും. How did KP Kumaran sir find ചെയ്തത് എങ്ങനെയാണ് ഗാർഗിയ? അത് സുനിതേച്ചിയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്, സുനിത സിബി. അപ്പം ചേച്ചിയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. സോ ചേച്ചി എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, ഒരു പടമുണ്ട്, ബയോപിക് ആണ്. സോ KP കുമാരൻ ഡയറക്ടർ, പുള്ളി അപ്പോൾ മീറ്റ് ചെയ്യാൻ വീട്ടിലേക്ക് വരും. സോ ട്രൈ മീറ്റിംഗ്. സോ ഹി ആൻഡ് ജയൻ ചേട്ടൻ, KG ജയൻ, പുള്ളിയായിരുന്നു എൻ്റെ DOP. ഇവർ രണ്ടുപേരും കൂടെ വീട്ടിൽ വന്നു കഥ ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് എ ബയോപിക്. സോ
all right, and it happened. പറയാൻ ഭയങ്കര എളുപ്പം പക്ഷെ ഇറ്റ് ഹാസ് ഓൾ സോർട്സ് ഓഫ് ഇമോഷൻസ് ഇൻ ദാറ്റ് മൂവി ആൻഡ് ദ ക്യാരക്ടർ യു ഹാവ് very well performed. We are not familiar with both of you on screen, so that way it was very different. It was fresh. So working on that, KP Kumaran sirന്റെ way of making ഒക്കെ എങ്ങനെയായിരുന്നു? നിയമങ്ങൾ കഴിഞ്ഞു നിത്യമാ പ്രിയ ഗോദാവരി തൻ തടങ്ങളിൽ പ്രിയനൊത്തു വസിപ്പതോർപ്പു ഞാൻ പ്രിയയായും പ്രിയ ശിഷ്യയായുമേ. വർഷത്തിനേക്കാൾ വളരെ വർഷം പഴക്കമുള്ള ഒരു കഥയാണ്. എനിക്ക് വീണ്ടും ഓർമ്മ പശകുണ്ട്. യാ, അപ്പൊ ഇതില് പുള്ളി again വരും, ഈ ലൈക്ക് എക്സ്പ്ലെയിൻ ദ സീൻ, അതിലേക്ക് അതൊക്കെ കിടക്കും. ആൻഡ് യൂഷ്വലി ആക്ച്വലി ഇതില് ശ്രീവത്സൻ ചേട്ടനുമായിട്ടാണ് പുള്ളി എപ്പോഴും സംസാരിക്കുക. ഓക്കെ, എനിക്ക് he'll always talk about some literary works and everything, and I have no clue what he's talking about. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോഴേക്കും പുള്ളി he'll start talking. ഞങ്ങൾക്ക് എപ്പോഴും കോമൺ ടോപ്പിക് അധികം അങ്ങനെ ഇല്ലായിരുന്നു സംസാരിക്കാൻ. ആൻഡ് മോർ ഓവർ ഈ ഷൂട്ടിന് 2 ദിവസം മുമ്പ് ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. അപ്പൊ എനിക്ക് കാല് മൊത്തം, എന്റെ കാല് ഫ്ലഷ് അത്ര ഭാഗം ചെത്തിപ്പോയി പാദത്തിൽ. ഫ്ലഷിൽ ലൈക്ക് ആങ്കിൾ ആൻഡ് നീ ഫ്ലഷ് ചെത്തിയിട്ട് ഇങ്ങനെ ചോര ചീറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കാലിൽ നിന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് സോ ഐ വാസ് നോട്ട് ഷുവർ ഇഫ് ഐ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. ബട്ട് പിന്നെ ഞങ്ങൾക്ക് 2 ദിവസം ഉള്ളൂ ഷൂട്ടിന് ആൻഡ് എവറിത്തിങ് ഇസ് റെഡി. ചെയ്യാം, എങ്ങനെയാലും ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഷോർട്ട് കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി കാല് നീട്ടി വെച്ചിരിക്കും. കുറച്ചു നേരം തൂക്കിയിട്ടാൽ തന്നെ ഇറ്റ് സ്വെൽസ് അപ്പ് വെരി ബാഡ്ലി. ഭയങ്കര സിവിയർ പെയിൻ. അപ്പൊ ഞാൻ ഐ വാസ് ഓൺ പെയിൻ കില്ലേഴ്സ്. അങ്ങനെയൊക്കെയാണ് ആ ഷൂട്ട് ചെയ്ത് തീർത്തത്. അപ്പൊ ഞാൻ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ മാനസികമായിട്ട് കംപ്ലീറ്റ്ലി ആ വർക്കിനകത്ത് ചെയ്യാൻ അധികം പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എന്റെ മൈൻഡിൽ മൊത്തം അയ്യോ വയ്യ അയ്യോ വയ്യായിരുന്നു. അതുകൊണ്ട് അധികം കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഞാനൊരു ഷെല്ലിനകത്തിരുന്ന് ചെയ്ത പടവാ. ബട്ട് ഓൾ ഓഫ് ദം, കെ പി കുമാരൻ അദ്ദേഹമാണെങ്കിലും ശ്രീവത്സൻ അദ്ദേഹമാണെങ്കിലും ഇതിലുള്ള പ്രമോദ്, ഐ മീൻ ഓൾ ദോസ് വെർസ്റ്റൈൽ ആയിട്ടുള്ള ആളുകളാണ്. ലൈക്ക് ഓൾ ഓഫ് ദം ഹാവ് മൾട്ടിപ്പിൾ കരിയർ, മൾട്ടിപ്പിൾ എക്സ്പെർട്ടീസ്. എല്ലാവരും എൻസൈക്ലോപീഡിയ ആണ്. സോ സോ ഹു വാസ് സോ വാസ് ഇറ്റ് ശ്രീവത്സൻ ജി ഹു വാസ് കൂടുതൽ ഇൻഫർമേഷൻ തന്ന് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞത് എങ്ങനെ ആരായിരുന്നു? അത് ഞാൻ കൂടുതൽ എനിക്ക് തോന്നുന്ന കമ്മ്യൂണിക്കേഷൻ രസമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ജയൻ ചേട്ടനുമായിട്ടാണ്, കെ ജി ജയനായിട്ട്. ഓക്കെ, ഐ ഗോട്ട് എ സിങ്ക് വിത്ത്. അപ്പൊ എനിക്ക് പൊതുവെ ഇങ്ങനെ സാധനം DOP ആയിട്ട് ഒരു സിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര രസമാണ് പിന്നെ വർക്ക് ചെയ്യാനായിട്ട്. കാര്യം ഈ ക്യാമറ ആണല്ലോ ബേസിക്കലി നമ്മളെ കാണുന്നതും എല്ലാം. അപ്പൊ എനിക്ക് അതാദ്യം ഫസ്റ്റ് റൺ കല്യാണി ചെയ്തപ്പോൾ മധുവേട്ടനുമായിട്ട് ഇതുപോലെ ഭയങ്കര രസമുള്ള സിങ്ക് കിട്ടി. അപ്പൊ എനിക്ക് അറിയില്ല ഈ സിങ്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് ഇത്ര വർക്ക് ഈസിയർ ആയി ആ സമയത്ത് അറിയില്ല. അതിനു മുമ്പ് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടൊന്നും എനിക്ക് അത്ര പ്ലസന്റ് അല്ല ചെയ്യുന്ന സമയത്ത്. ലൈക്ക് വരുന്നു ചെയ്യുന്നു പോകുന്നു. പക്ഷെ ഈ സിങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ വർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഓക്കെ, അപ്പൊ റൺ കല്യാണൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കാണാനൊന്നും പോയില്ലായിരുന്നു വിഷ്വലൊക്കെ. അപ്പം മധുരുടെ ഷൂട്ട് ചെയ്യും. ലൈക്ക് ഓക്കെ, ഐ നോ ഐ ലുക്ക് ഗുഡ്, ഐ നോ ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഇത് കാണുമ്പോ ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കുന്ന ആളുടെ റിയാക്ഷൻ കാണുമ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ തന്നെ റെസ്പോൺസ് കിട്ടും വാട്ട് ദ ക്യാമറ ഇസ് ആക്ച്വലി സീയിങ് ആൻഡ് ഹൗ ഇറ്റ് ഹാസ് വർക്ക്ഡ് ഔട്ട്. അപ്പൊ ജയൻ ചേട്ടനുമായിട്ട് ഒരു സിങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോ ജയൻ ചേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ആ ലൈറ്റ് നീ ക്യാച്ച് ചെയ്തെങ്കിൽ കൊള്ളാം, ഇവിടെ ഇങ്ങനത്തെ ഒരു ഇമോഷനാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ജയൻ ചേട്ടനാ കൂടുതലും ഞാനുമായിട്ട് സംസാരിക്കാം. ജയൻ ചേട്ടനായിട്ട് ഇപ്പോഴും നല്ല കമ്പനിയാണ്. എപ്പോഴും പോയി കഴിഞ്ഞാൽ ഫോട്ടോസ്. ഒരു കാലത്ത് പാരലൽ ഫിലിംസിന്റെ മെയിൻ ആളായിരുന്നു ലൈക്ക് ജയൻ. ഐ മീൻ ഹി വാസ്, ഐ തിങ്ക് ഹി സ്റ്റിൽ ഈസ് ലൈക്ക് KP ശശി ആൻഡ് KG ജയൻ, ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് ഓഫ് കോഴ്സ് KP കുമാരൻ അദ്ദേഹമായിട്ടും. സോ ഇൻട്രസ്റ്റിംഗ്. ലൈക്ക്
എനിക്ക് ആളുകളെ ഒന്നും അധികം അങ്ങനെ അറിയില്ല. ഓക്കെ, അപ്പൊ ഈ സുമതി ചേച്ചി എന്നോട് പറയുമ്പോ തന്നെ ഈ പടത്തിന് ഇങ്ങനെ ആളുകൾ കാണാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോ തന്നെ ഫസ്റ്റ് വാട്ട് ഷീ ടോൾഡ് മീൻസ് നീ ആ വിക്കിപീഡിയ ഒന്ന് എടുത്തിട്ട് പുള്ളിയുടെ പേരൊന്ന് അടിച്ചു നോക്കിക്കോളൂ, ബിക്കോസ് ഷീ നോസ് ദാറ്റ് എനിക്ക് ഒരു മനുഷ്യനെ അറിയില്ലായിരിക്കും. അപ്പൊ ഞാനത് വായിച്ചു നോക്കിയ സമയത്ത് രുക്മിണി സിനിമയുടെ പേര് ഇങ്ങനെ കണ്ടു. അപ്പൊ എനിക്ക് വളരെ ചെറുതില് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പടം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പേര് രുക്മിണി എന്നാണോ, ഇതാണ് ഡയറക്ടർ എന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഈ പേര് വായിച്ച സമയത്ത് എവിടെ നിന്ന് സബ് കോൺഷ്യസ് ചെയ്യുന്ന ഈ സിനിമ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമ. ഞാൻ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇത്ര വർഷത്തിന് ശേഷം ആ ഒറ്റ പേരിൽ ഐ ജസ്റ്റ് വെന്റ് ബാക്ക്. ആൻഡ് അപ്പൊ പുള്ളിയെ പിന്നെ കണ്ടപ്പോ ഞാൻ, ഓ ഇതിന്റെ ഡയറക്ടർ ആണല്ലേ എന്ന് പറഞ്ഞ് വിചാരിച്ചപ്പോ ജയൻ ചേട്ടന്റെ വേറെ വർക്കുകളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ പരിചയപ്പെടുമ്പോഴും എന്താ പറയാ, ഞാനിങ്ങനെ കുട്ടികളിയൊക്കെ കളിച്ച് പരിചയപ്പെടുന്നു. പിന്നെയാണ് ഭയങ്കര സംഭവമാണ്. എനിക്ക് മോസ്റ്റ്ലി when I meet people, this is an issue that I face. Like, I don't, ഇപ്പൊ എനിക്ക് ആരെങ്കിലും കേട്ടാൽ പെട്ടെന്ന് മറന്നു പോകും. അപ്പൊ I don't know many people, and even if I know the names, I keep forgetting things. I think that's okay. It's not expected that, I mean, of course, അറിയാണെങ്കിൽ നല്ലതാണ്. But at the same Yeah, time, it is expected. It's very much expected. I'm getting that sense. Day by day, it's increasing. They'll say, "Oh, you don't know that person." And ആളുകൾ എന്നെ ഭയങ്കര എന്താ പറയാ, ഇഗ്നോറന്റ് ആൻഡ് അഹങ്കാരിയൊക്കെ ആയിട്ട് കാണും ഇതുകൊണ്ട്. I don't think anyone will find you അഹങ്കാരി. കാരണം അപ്പൊ തിയേറ്ററിലുള്ള ആളുകളാണെങ്കിൽ ദേ അണ്ടർസ്റ്റാൻഡ്, ദേ നോ മീ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് മറവി ഭയങ്കര പ്രശ്നമാണ്. ഈവൻ ഇൻ ആ കേസ് ഐ തിങ്ക് ഈ സാധനം പറഞ്ഞിട്ടപ്പോഴേ ഡേറ്റ് ആയ സമയത്താണല്ലോ ഞാൻ പറഞ്ഞു, അയ്യോ ഇന്നായിരുന്നു, ഐ ഫോർഗോട്ട്, ഐ ആം ഇൻ അനദർ വർക്ക്. സോ ദിസ് ഓൾവേസ് ഹാപ്പൻസ് ടു. അപ്പൊ അപ്പൊ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ ഭയങ്കര ഒരു അഹങ്കാരത്തിന്റെ ഒരു ഇതായിട്ട് അതിനെ കെയർ ചെയ്യുന്നില്ല, വേണ്ടത്ര കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിനെ കെയർ ചെയ്യാത്ത ഒരാളാണ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് തോന്നുന്നു പുറത്ത് വരിക. സോ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് they are trying to keep me in check. They're helping me out, yeah. ഓപ്പർച്യൂണിറ്റീസിനെ കെയർ ചെയ്യാത്ത എന്നുള്ള രീതിയിലല്ല. ഡെഫിനറ്റ്ലി ദാറ്റ് വോണ്ട് ബി ദ, അങ്ങനെ ആരും എടുക്കാൻ വഴിയില്ല. പക്ഷേ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് യു ഹാവ് യുവർ തിങ്സ് ടു ഡു. ലൈക്ക് I think play is more satisfying for you. I think theater is more. I mean, that's what I understand. Emotionally, of course. I don't think വേറെ ഇപ്പൊ സിനിമയിൽ ഒരു വർക്ക് അങ്ങനെ ഒരു തിയേറ്ററിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതിന്റെ മെയിൻ കാരണം എനിക്ക് തോന്നുന്നു സിനിമയിൽ നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡേ ടു ഡേ ലൈഫിലെ ക്യാരക്ടേഴ്സ് ആണ്, ഡേ ടു ഡേ ലൈഫിലെ ഇമോഷൻസ് ആണ്. പക്ഷെ തിയേറ്ററിലേക്ക് പോകുമ്പോൾ വേറെ പല സെഞ്ചുറീസ് എഗോ ഉള്ള ക്യാരക്ടേഴ്സ്, ഓർ വേറൊരു നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വേറൊരു ദൂരെയുള്ള ലോകത്തുനിന്ന് ഐ കൻ ഈവൻ പ്ലേ ക്യാരക്ടർ ഓഫ് എ ഡിഫറെന്റ് നാഷണാലിറ്റി. ഓക്കെ, ഇപ്പൊ എന്റെ രൂപമായിട്ട് യാതൊരു സാദൃശ്യവും ഇല്ലാത്തൊരു ക്യാരക്ടറിനെ എനിക്ക് പ്ലേ ചെയ്യാം. അവിടെ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ആക്ടറിന്റെ കേപ്പബിലിറ്റി മാത്രമാണ് ഒരു വട്ട് ദ ലുക്കിംഗ് ഫോർ. പക്ഷെ സിനിമയിലെന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ അബൌട്ട് ലുക്സ്, അപ്പിയറൻസസ്, നമ്മൾ എത്ര ക്യാരക്ടറിനോട് ഫിസിക്കലി സാമ്യമുണ്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ കേപ്പബിലിറ്റിയെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ടൈപ്പ് കാസ്റ്റിംഗ് സിനിമയിൽ ഭയങ്കര കൂടുതലാണല്ലോ. ഒരു സിനിമയിൽ പോലീസ് ആയി കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും എല്ലാ സിനിമയിലും പോലീസ് ആവേണ്ടി വരും. അപ്പൊ തിയേറ്ററിലാണെങ്കിൽ ഒരേപോലത്തെ ക്യാരക്ടർ കിട്ടാനേ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ക്യാരക്ടറിനും പഠിച്ചു വരുമ്പോഴേക്കും അടുത്തതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഡിഫറെന്റ് എനർജി ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും തൊട്ടടുത്ത് കിട്ടുന്നത്. അപ്പൊ എനിക്ക് തിയേറ്ററിൽ ഇതുപോലെ ഒരു പുലിജന്മം എന്ന് പറഞ്ഞ പ്ലേയില് ഒരു തെയ്യം, കുറത്തി തെയ്യത്തിന്റെ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ജന്മം ചെയ്ത ഫോക്ക് റിതം എന്റെ ശരീരത്തിൽ വരുത്തില്ല. വെരി ഡിഫിക്കൾട്ട്. ഒക്കെ എനിക്ക് ആ റിതം കൊണ്ടുവരാൻ. അപ്പൊ എനിക്കിത് ഭയങ്കര രസമായിട്ട് ചാലഞ്ചിങ് ആണ് ടു ബ്രേക്ക് മൈ ബൗണ്ടറീസ്, ടു ഡു സംതിങ് ഡിഫറെന്റ്. അപ്പൊ അതുകൊണ്ട് ഓഫ് കോഴ്സ് തിയേറ്റർ ചാലഞ്ചസ് മീ മോർ ആൻഡ് തിയേറ്റർ ഗിവ്സ് മീ മോർ ഓപ്പർച്യൂണിറ്റീസ് ആസ് എൻ ആക്ടർ. സിനിമയില് പറഞ്ഞ പോലെ
ഈ ഒരു ലിമിറ്റ് ഉണ്ട്. ഐ തിങ്ക് ഹോളിവുഡ് സിനിമകളിലൊക്കെ പിന്നെയും ആൾക്കാർ റിയലിസ്റ്റിക് സ്വഭാവം വിട്ട് വീണ്ടും പോകുന്നുണ്ട് എന്നാണ്. പക്ഷെ നമ്മുടെ സിനിമയിൽ കുറച്ചുകൂടെ ഈ ബൗണ്ടറി ഉണ്ട് എന്ന് തോന്നുന്നു. Satisfaction is coming from within, but surroundings will be pressurizing, like, why don't you look for movies because that's more, popular, more revenue that way. അത് പറയാറുണ്ട്, സിനിമ നോക്കിയാൽ പോലെ നാടകം കളിച്ച് നടക്കുന്ന എന്തിനാ. ബട്ട് പറയുന്ന ആളുകളുണ്ട്, പക്ഷെ എന്നാലും എന്നെ ബാധിക്കുന്ന ആളുകൾ അത് അങ്ങനെ പറയാറില്ല. സോ ഇറ്റ്സ് ഓക്കെ. അപ്പൊ ആക്ച്വലി എനിക്ക് ഞാൻ സിനിമ നോക്കാതെ നാടകം കളിച്ച് നടക്കുന്നല്ല. സിനിമ രസമുള്ള സാധനങ്ങൾ വരുമ്പോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, കറക്റ്റ് സമയത്ത് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തി കറക്റ്റ് പടം നടക്കണമല്ലോ. ആൻഡ് എനിക്ക് സിനിമയിലുള്ള നെറ്റ്വർക്കും ഭയങ്കര കുറവാണ്. ഐ തിങ്ക് യു ഓൾവേസ് ഹാവ് ടു കീപ് റിമൈൻഡിങ് പീപ്പിൾ ദാറ്റ് യു എക്സിസ്റ്റ്. തിയേറ്ററിലാണെങ്കിൽ ആള് കുറവായതുകൊണ്ട് ഉള്ള നമ്മളെ ആളുകൾ ഓർക്കുമല്ലോ. I think cinema nobody remembers anyone. We have to remind everyone. And I'm very poor at that. എനിക്ക് ആ കഴിവ് കുറച്ച് കുറവാണ്. ഇപ്പൊ വടക്കന്റെ ഡയറക്ടർ ഉണ്ട് സജിദിക്ക ഇങ്ങനെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ മടിച്ചാണോ, ഐ ഡോണ്ട് അഭിനയം മാത്രം ചെയ്യും, പക്ഷെ അഭിനയത്തിലേക്ക് എത്തേണ്ട വഴികളിലൊന്നും ഞാൻ വർക്ക് ചെയ്യില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാതിരിക്കുന്നല്ല, എനിക്ക് അറിയില്ല എന്താണ് ചെയ്യണ്ടേ, വാട്ട് ഷുഡ് ഐ ഡു, ലൈക്ക് വെറുതെ ഒരാളെയൊക്കെ വിളിച്ചിട്ട് എന്താ നമ്മൾ സംസാരിക്കാന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്കിത് ഞാൻ അറിയാത്തോണ്ടാ ഞാൻ ചെയ്യാത്തത് അതൊന്നും. I think that problem is there for, I mean, ഇപ്പൊ ഗാർഗിയുടെ അത്രയും ഇല്ലായിരിക്കും, പക്ഷെ പല തിയേറ്റർ ആർട്ടിസ്റ്റിന് ഈ ഒരു പ്രശ്നം ചെറുതായിട്ടുണ്ട്. ബട്ട് യു keep yourself far from such limelights, I think. I mean, that's my observation. Maybe not right. ഞാനങ്ങനെ ഐ എം നോട്ട് ട്രൈങ് ടു കീപ് മൈസെൽഫ് അവേ, ബട്ട് എനിക്കിപ്പോ too many people come, I get uncomfortable. So I don't go to parties. I hate partying. ക്രൗഡുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകത്തില്ല. പിന്നെ എനിക്കിപ്പോ ഒരാളുമായിട്ട് മീറ്റ് ചെയ്യണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള പരിചയമുള്ള ഒരാളാണെങ്കിൽ ഐ കൻ സിറ്റ് ആൻഡ് ടോക്ക്. അല്ലെങ്കിൽ ഞാനിങ്ങനെ അയ്യോ ഞാൻ എന്താ ഇവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറി പോകും. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. പഠിക്കലിലേക്ക് വരാം. അതിനു മുമ്പ് how it happened that you got into theater. എങ്ങനെയാണ് തിയേറ്റർ പഠിക്കാനുള്ള ഒരു സാഹചര്യം? ഓക്കെ. ഞാൻ ഇതുപോലെ കാനഡയ്ക്ക് പോകാൻ നിൽക്കുമായിരുന്നു ഫോർ ടൂറിസം മാനേജ്മെന്റ്. സോ ഇഫ് ഐ വാസ് നോട്ട് ആൻ ആക്ടർ ഐ വുഡ് ബി ഇൻ ടൂറിസം, ഐ ഗസ്. അതും എനിക്ക് ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ടൂറിസം. സോ അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ എന്റെ പാസ്പോർട്ട് കിട്ടിയില്ല, കുറച്ച് ഡിലേ വന്നു. സോ ഐ സ്റ്റാർട്ടഡ് അപ്ലൈയിങ് ഫോർ കോഴ്സസ് അറൗണ്ട്. അപ്പോൾ ഒരു ഓപ്ഷൻ ഫ്ലാറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ജേർണലിസം, അങ്ങനെ പല പല കോഴ്സിന് കൊടുത്തു. അപ്പൊ അച്ഛൻ ഇതുപോലെ ഡ്രാമ സ്കൂളിന്റെ പരസ്യം പത്രത്തിൽ കണ്ടിട്ടുണ്ട്, കൊടുക്കുന്നു ചോദിച്ചു. കൊടുത്തു, കിട്ടി. ആൻഡ് യാ, എവറിഥിങ് എൽസ് ഹാപ്പൻഡ്. Then you got accommodated to the system, I think, because it's not a normal lifestyle for a theater person, I think. ഞാനിപ്പോ ആക്ച്വലി സ്കൂളിൽ തിയേറ്റർ ചെയ്യുമായിരുന്നു, ആൻഡ് ഐ വാണ്ടഡ് ടു ഡു ഇറ്റ്. അപ്പൊ ഞാൻ എന്റെ പ്ലസ് ടുവിൽ ഇതുപോലെ നാടകം, സ്കൂളിൽ നാടകം ചെയ്യാമെന്ന് വെച്ചാൽ ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് എനിക്ക് നാടകം പഠിക്കാൻ പറ്റുമോ എവിടെയെങ്കിലും പോയാൽ. ഹി ഡിസ്കറേജ്ഡ് മീ, അങ്ങനെ പോകണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കിത് പഠിക്കാൻ പറ്റുമെന്നും കരിയർ ആക്കാൻ പറ്റുമെന്നും അറിയില്ലായിരുന്നു. ആഗ്രഹമുണ്ട്, പക്ഷെ ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇതിനൊരു കോഴ്സ് ഉണ്ട് എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് ആക്ടിങ് ഭയങ്കര പാഷനാണ്. അച്ഛനൊക്കെ ഭയങ്കരമായിട്ട് അറിയാം, അച്ഛനും അമ്മയ്ക്കും. അപ്പൊ ഞാനും അച്ഛനും കൂടെ എല്ലാവരെയും പറ്റിക്കും, ഞങ്ങൾ ഈ മാജിക് ട്രിക്ക് കാണിക്കും. ഐ എം ദ സ്പൈ, ഐ വാസ് ദ സ്പൈ. ആൻഡ് മാസങ്ങളോളം വി കണ്ടിന്യൂഡ് ആ ഷോ വീട്ടിൽ സെയിം ആൾക്കാരുടെ അടുത്ത്. നോബഡി ഈവൻ സസ്പെക്ടഡ് ദാറ്റ് ഞാൻ അവിടെ ഇരുന്നിട്ട് ഐ ഗിവ് ഹിം ഓൾ ദി ആൻസേഴ്സ്. ആൻഡ് ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന, അച്ഛൻ ചീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്.
ഒരേ വീട്ടിൽ താമസിച്ചിട്ട് ആരും എന്നെ സംശയിച്ചില്ല. ഞങ്ങളൊരു ഒരു വർഷത്തോളം ഈ കണ്ടിന്യൂ ദിസ് പ്ലേ. അത് കഴിഞ്ഞിട്ട് വീട്ടുകാരെല്ലാരും അറിയുന്നത് ഞാനായിരുന്നു. അപ്പൊ അച്ഛനെ എന്നെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും അതൊക്കെ കണ്ടിട്ട്. ആ, അപ്പോഴാണ് സോ ഹി നോസ് ആൻഡ് ദാറ്റ്സ് ഹൗ ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ വാണ്ടഡ് ടു മേക്ക് ദിസ് കരിയർ. That's very interesting. So quickly I'll jump on to Vadakan. And Vadakkന്റെ character പറയാവുന്ന കാര്യങ്ങൾ ഇപ്പൊ 2 days more to come for the movie. Yeah. വടക്കന്റെ ക്യാരക്ടർ പറയണെങ്കിൽ എലീന എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഇതൊരു നാട്ടുമ്പുറത്തൊക്കെ ജനിച്ചു വന്ന നമ്മുടെ ഇടുക്കി കട്ടപ്പന സൈഡിൽ നാട്ടുമ്പുറത്ത് ജനിച്ചു വരുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എലീനക്ക് ഇതുപോലെ ഷീ വാണ്ട്സ് ടു ബി ഇൻ ദ ലൈഫ് ലൈറ്റ്, അറിയപ്പെടണം, ഫേമസ് ആണ്, അങ്ങനത്തെ ഭയങ്കര അതിനോട് ഭയങ്കര ഗ്രീഡൊക്കെ ഉള്ളൊരു തരം വ്യക്തിയാണ്. അപ്പൊ ഇതൊരു എന്റെ ക്യാരക്ടർ മോസ്റ്റ്ലി നടക്കുന്നത് ഒരു റിയാലിറ്റി ഷോ ഷൂട്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ അകത്താണ്, റിയാലിറ്റി ഷോയിലാണ് ഞാൻ നിൽക്കുന്നത്. റിയാലിറ്റി ഷോ ഇസിന് ഒരു വീടിനകത്താണ് ഷൂട്ട് നടക്കുന്നത്. അപ്പൊ മൊത്തം ഇതുപോലെ നമ്മുടെ മറ്റേ ബിഗ് ബോസ് ഒക്കെ പോലെ ത്രൂ ഔട്ട് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പൊ ഇൻഫ്രാറെഡ് ലൈറ്റിലാണ് ഞങ്ങളെയൊക്കെ കാണുന്നത്. നൈറ്റ് ആണ് ഷൂട്ട്. അപ്പൊ ഇതിൽ ആക്ച്വലി കാണുമ്പോൾ അഭിനയിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എല്ലാം വി ഹാവ് ടു മേക്ക് ഇറ്റ് ബിഗ് ബിക്കോസ് വി ആർ ഇൻ ദ ഡാർക്ക്. ഫുൾ ബോഡി വെച്ചിങ്ങനെ അഭിനയിക്കണം. അതായത് മുഖത്തൊന്നും എക്സ്പ്രഷൻ ഒക്കെ പോയി കാര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ഈ എലീന ഇതുപോലെ ചെറിയ ഇപ്പൊ പറയുന്നുണ്ട് ഇങ്ങനെ പരസ്യം, മറ്റേ നാട്ടിലൊരു ജ്വല്ലറിയുടെ പരസ്യത്തിന് ഹോർഡിംഗ് ഒക്കെ വെച്ചു, എന്റെ മറ്റേ വലിയ ഹോർഡിംഗ് ഒക്കെ നാട്ടിലുണ്ട്, അങ്ങനത്തെ കാര്യം വരെ ഭയങ്കര ഇങ്ങനെ പൊക്കി ഒരു പൊങ്ങച്ചവും അങ്ങനെയൊക്കെയുള്ള കുറച്ച്, ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേന് ചീത്ത വിളിക്കാൻ കെൽപ്പുള്ള അങ്ങനത്തെ ഒരു പൊട്ടിത്തെറിച്ചൊരു ക്യാരക്ടർ. സോ ഐ ആക്ച്വലി ലൈക്ക് ദാറ്റ്. യൂഷ്വലി എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഒതുക്കം, ഒരടക്കം ഇതൊക്കെ പൊതുവെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോ അതൊക്കെ തിയേറ്ററിൽ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ പിന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമയില് ദിസ് വാസ് നോട്ട് വെരി യൂഷ്വൽ ഫോർ മീ. സോ ഐ എൻജോയ് ദാറ്റ് ക്യാരക്ടർ വെരി മച്ച്. ആൻഡ് ഇതിന്റെ ഷൂട്ടിംഗ് മെത്തേഡും ലോങ് ഷോട്ടുകളാണ്. 5 minutes, 6 minutes, 7 minutes ഇങ്ങനെ ലോങ് ഷോട്ടാണ്. ബിക്കോസ് നമ്മൾ വീടിന്റെ ഓരോറ്റത്തു നിന്ന് തുടങ്ങിയാൽ വി കീപ് ഓൺ വാക്കിംഗ്. എല്ലായിടത്തും ആക്ടിവിറ്റികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അത്രയും നീളമുള്ള ഷോട്ടുകളാണ്. സോ വി ഹാഡ് വർക്ക്ഷോപ്പ് ഫോർ അറൌണ്ട് എ വീക്ക്. ആ വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് വന്നത്. ഞങ്ങൾ 6 പേരാണ് ഒന്നിച്ചത്. അപ്പൊ ഞങ്ങളിങ്ങനെ പരസ്പരം ഭയങ്കര രസമായിട്ട് മനസ്സിലാക്കി, ഒരാൾ എവിടെയെങ്കിലും ഡൗൺ ആയാൽ മറ്റേ ആൾ പിടിച്ചിങ്ങനെ കയറ്റണം എന്നൊക്കെയുള്ള ഒരു ഭയങ്കര രസമുള്ള സിങ്കിലാണ് 6 പേരും വർക്ക് ചെയ്തു ത്രൂ ഔട്ട് ദ ഷൂട്ട്. വെരി നൈസ്. വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, ഉണ്ണീസ് ഹാസ് റിട്ടൺ ദി സ്ക്രിപ്റ്റ് ആൻഡ് റസൂൽ കുട്ടി അദ്ദേഹം ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് ബിഗ് നെയിംസ്. സോ ഡിഡ് യു സീ ദ പ്രിവ്യൂ ഓർ ഔട്ട്കം കണ്ടിരുന്നോ? ഞാൻ സ്ക്രിപ്റ്റ് പോലും വായിച്ചിട്ടില്ല. എനിക്ക് ഇപ്പഴും പടത്തിന്റെ കഥ അറിയില്ല. ഇല്ല, സ്ക്രിപ്റ്റ് ഡെലിബറേറ്റ്ലി തരാത്തതാണ് കാര്യം. പടത്തിന്റെ ഒരു ഞങ്ങളുള്ള ഭാഗത്തിന്റെ കഥ ആൻഡ് സീക്വൻസസ് നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നിട്ടില്ല. അപ്പൊ നമ്മള് ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ക്യാരക്ടറിന്റെ ഡയലോഗ്സ് ഒക്കെ നമുക്ക് എഴുതി തരും. അപ്പൊ അങ്ങനെയായിരുന്നു ടെക്സ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചത്. അപ്പൊ അല്ലാതെ എനിക്ക് എന്നോട് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചായിരുന്നു വടക്കൻ എന്ന് പറഞ്ഞ പേര് വരാൻ വല്ല കാരണമുണ്ട്. സ്ക്രിപ്റ്റ് പോലും വായിക്കും, അത് എന്നോടാണോ പല ചോദിക്കുന്നത്. But the interesting thing is that script വായിക്കണമെന്നില്ല. Like ഗാർഗി എന്താ ഇൻട്രസ്റ്റ് ചെയ്താലും you will do the best. അത് എല്ലാവർക്കും അറിയാം. So we are waiting to see you on 7th. I am also waiting to see how I have done it. I have no idea. നിങ്ങ കേട്ടിങ്ങോ നിങ്ങ വെള്ളിടി വെട്ടും കൊടിത്തോറ്റം. So it was nice talking to you. Thank you so much for finding out time for this conversation. Wish you all the best. Thank you for having me.